ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ 2-ാം തീയതിയാണ്, നവംബർ 2-നാണ്. ഞാൻ ഇവിടെ മോട്ടോഴ്സിലാട്ടോ വന്നത്. എന്ന് സംഭവിച്ചാൽ GST പ്രൈസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും കാർ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരിക്കും. ഈ മാസങ്ങളിൽ എല്ലാവരും ഒരുപാട് കാർ ഇറങ്ങി. അപ്പം ഓണത്തിന് അത്രമാത്രം കച്ചവടമൊന്നും നടന്നിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ മോട്ടോഴ്സിൽ എത്രയാണ് GSTക്ക് ശേഷമുള്ള മാർജിൻ്റെ പ്രൈസ്, പിന്നെ എന്തെങ്കിലും കൺസ്യൂമർ ഓഫറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടും ഡീറ്റെയിൽസ് അറിയാട്ടോ. ഒന്ന് പോയി നോക്കിയാലോ, എന്നാൽ വായോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം കയറിയിട്ടോ. ഇവിടെ നമുക്ക് അനൂപേട്ടനെ കിട്ടിയിട്ടുണ്ട്. അനൂപേട്ടനെ നമുക്ക് നേരത്തെ പരിചയം. അനൂപേട്ടൻ ഹായ്, വെൽക്കം ടു ഷോ. അപ്പോൾ നമ്മൾ കുറേ ദിവസം അനൂപേട്ടനെ കിട്ടണം എന്ന് വിചാരിച്ചു. അനൂപേട്ടനെ ഞങ്ങൾ സ്വിഫ്റ്റ് എടുത്ത മുതലുള്ള പരിചയമാണല്ലോ അനൂപേട്ട. തീർച്ചയായും അച്ഛനെ അറിയാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് പരിചയമുള്ളത്. അപ്പോൾ അനൂപേട്ട, ഷോറൂം എവിടെ, എന്താണ് ഡീറ്റെയിൽസ്? ഇപ്പോൾ നമുക്ക് ഇവിടെ എത്ര വണ്ടികൾ കാണാം? നമുക്കിപ്പോൾ ഇവിടെ 3 വണ്ടിയാണ് ഇവിടെ നിലവിൽ ഷോറൂമിൽ ഉള്ളത്. ബാക്കി എല്ലാ വെഹിക്കിളും നമ്മുടെ യാർഡ് തൊട്ടടുത്ത് ചെറുവണ്ണൂർ മധുര ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് യാർഡ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഷോറൂം വരുന്നത് ഫറൂഖ് ചുങ്കം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ രാമനാട്ടിലേക്ക് അടുത്ത് ഫറൂഖ് ചുങ്കം എന്ന് പറയുന്ന സ്ഥലമാണ്. നേരെ നിയറസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇറാം മോട്ടോഴ്സ് മഹീന്ദ്രയുടെ ഹെഡ് ഓഫീസ്. അങ്ങനെയാണല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം പറഞ്ഞ മോഡൽ ഏതൊക്കെ നമുക്കിപ്പോൾ നോക്കാൻ പറ്റും? നമുക്ക് സെലാറിയോ വെഹിക്കിൾ കാണാം. സെലാറിയോയുടെ മിഡിൽ ഓപ്ഷൻ ആണ് നിലവിലെടുത്തത്. അതും ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഡാസ്ലിംഗ് ഡിസയർ, ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരുപാട് കാറുകൾ 5 സ്റ്റാർ റേറ്റിംഗിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു മോഡലാണ്. കസ്റ്റമർ എൻക്വയറി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ പോകുന്ന റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു മോഡലാണ് ഡാസ്ലിംഗ് ഡിസയർ. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്, വിത്ത് സൺറൂഫ് എല്ലാ കാര്യങ്ങളും വരുന്ന മോഡലാണ്. ഓക്കെ ഏട്ടാ, നമുക്കിപ്പം കുറച്ച് ഫീച്ചർ പറഞ്ഞു പോവാം. ലാസ്റ്റ് എല്ലാത്തിനും കൂടി ഒരു സമ്മപ്പായിട്ട് പ്രൈസും കാര്യങ്ങളും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഓഫേഴ്സും പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് സെലറിലേക്ക് വരാം. എന്ന് പറയുന്ന മോഡലാണ്, ഓട്ടോമാനുവൽ ട്രാൻസ്മിഷൻ ആണ്. സാധാരണഗതിയിൽ എല്ലാ കാറുകളുള്ള പോലെ തന്നെ നമ്മൾ പറയാത്ത 2 കാര്യങ്ങൾ, AC പവർ സ്റ്റാറിങ് അറിയാലോ, കോമൺ ആയിട്ട് വരുന്നതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. പിന്നെ കട്ടൺ എയർ ബാഗ്സ് ആണ്, 6 എയർ ബാഗ് സേഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ABS വിത്ത് EBD അറിയാലോ, സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. ESP ടെക്നോളജി വന്നിട്ടുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ബേസ് മുതൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓട്ടോമാനുവൽ ട്രാൻസ്മിഷൻ എടുക്കുമ്പോൾ VXI മുതലാണ് കിട്ടത്തുള്ളൂ. VXI മുതൽ അവിടെയാണ് നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് സെലാറിയോ അവൈലബിൾ ആവുന്നത്. ക്രീപ്പ് ഫംഗ്ഷൻ ടെക്നോളജി, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ടെക്നോളജി ഒക്കെ വരുന്നത് സെക്കൻഡ് മോഡൽ മുതലാണ്. VXI പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്കിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. സെലാറിയോ മോഡലിൽ വരുന്നത്. ഓക്കെ, സെലാറിയോയിൽ എത്ര മോഡൽ ഉണ്ട് ഏട്ടാ? ഇതിനകത്ത് നമുക്ക് LXI ബേസ് മോഡലാണ്. സെക്കൻഡ്, പിന്നെ മിഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് VXI ആണ്. VXI മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്. ഇതിപ്പം ഇത് VXI IMT ഓട്ടോമാറ്റിക്. പിന്നെ ZXI പ്ലസ് ഇത്രയും വേരിയൻസ്, 4 വേരിയൻസ് ആണ് മെയിൻ ആയിട്ട്. അരീനയിൽ പൊതുവെ അങ്ങനെ തന്നെയാണ് തോന്നുന്നു നമ്മളെ നെയിമിംഗ് വരുന്നത്. നമ്മുടെ ബ്രാൻഡ് നെയിം LXI മുതൽ അങ്ങനെ ആ ഒരു ബ്രാൻഡ് നെയിം ആണ്. പിന്നെ ഓപ്ഷൻസ് കുറച്ച് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പുതിയ മോഡലിലൊക്കെ. ഓക്കെ, പിന്നെ ഡ്യുവൽ ടോൺസ് വരുന്നുണ്ട്. നമുക്ക് ഡബിൾ കളർ വരുന്ന വണ്ടികളുണ്ട്. കുറച്ച് അതിനകത്ത് ഡ്യുവൽ ടോൺ കൂടി മെൻഷൻ ചെയ്യും. കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്നത് ലേഡീസ് കൂടുതലും എൻക്വയറി ചെയ്യുന്ന ഒരു മോഡൽ. കാരണം പ്രത്യേകിച്ച് അവർക്ക് വീട്ടിലൊരു കാർ ഉണ്ടാവാം, വലിയൊരു കാർ ഉണ്ടാവാം, അവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാർ കൂടി വേണം. സാധാരണഗതിയിൽ പണ്ട് ആൾട്ടോ 800 ആയിരുന്നു ആളുകൾ എൻക്വയറി ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും മാറി ഇപ്പോൾ ഓൾട്ടോ കാറ്റണിലേക്ക് വന്നു. ഈ കാറ്റണിനേക്കാളും കുറച്ചും കൂടി വലിയൊരു വണ്ടി, പക്ഷെ ഏറ്റവും വലുതാവാനും പാടില്ല, ചെറുതാണ്, അങ്ങനെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും സെലാറിയോ എൻക്വയറി വന്നു തുടങ്ങി. ആ ഒരു ജനറേഷനിലാണ് പോകുന്നത്. ലേഡീസ്, കുറച്ച് ഏജ്ഡ് ആയ ആളുകൾ. അതൊക്കെയാണ് ഫോക്കസ് ഏരിയ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ്, അവരൊക്കെ കൂടുതൽ മൈലേജും ഇത് എത്ര മൈലേജ് ചോദിക്കാൻ പറഞ്ഞ എത്രയാണ് മൈലേജ് ഉണ്ടാവുക ഇതിനകത്ത്? മൈലേജ് പറയുന്നത് 25.24 മൈലേജ് ആണ് ഇതിൽ LXI എന്ന് പറയുന്ന വേരിയന്റിന് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനിൽ VXI ZXI പ്ലസ് ആണ്. ഈ വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് 24.97 ആണ്. 24.97. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് വേരിയൻസ് ആണ്. ഓട്ടോമാറ്റിക് എല്ലാ വേരിയന്റിലും കോമൺ ആയിട്ട് 26 ആണ് പറയുന്നത്. 26 ആണ്. ഏറ്റവും കൂടുതൽ മൈലേജ് പറയുന്നത് CNG-ലാണ്. CNG ശ്രദ്ധിക്കേണ്ട കാര്യം, മാനുവലിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, 34.43 ആണ് മൈലേജ്. 34.43. ഇത്രയാണ് മൈലേജ്. അപ്പൊ കൂടുതൽ ആളുകളും എല്ലാം ഒരു കാർ എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി വേണമല്ലോ, അതെല്ലാം സെലാറിയോയിൽ കിട്ടും. ആ ഫണ്ട് നമുക്ക് വർത്താണ്. ഓക്കെ, നമുക്ക് വെഹിക്കിളിനകത്ത് 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. ഫ്രണ്ട് 2 ഡോർ, റിയർ 2 ഡോർ തന്നെയാണ് വരുന്നത്. റിയർ 2 ഡോർ വരുന്ന സമയത്ത് ഡോറിലല്ല, ശ്രദ്ധിച്ചാൽ മതി, സെന്റർ പോയിന്റിലാണ് വരിക. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്.
അതേപോലെ തന്നെ ഫ്രണ്ട് 2 ഡോർ വരുന്നത് സ്റ്റീരിയോയുടെ തൊട്ട താഴെയായിട്ട് സ്പേസിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മാനുവലി സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഓർവിയംസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ മിഡ് വേരിയന്റ് എന്ന് പറഞ്ഞ വേരിയന്റ് മുതൽ ഇത്രയും കാര്യങ്ങൾ കസ്റ്റമർക്ക് കിട്ടൂല. ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് വേണമെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ZXi ആണ്. പിന്നെ ZXi പ്ലസ് ആണ്. അതിനനുസരിച്ചുള്ള പ്രൈസിലും മാറ്റങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും വാല്യൂ ഫോർ മണി ആയിട്ട് VXi മിഡ് ഓപ്ഷൻ ആണ് കൂടുതൽ ആളുകൾ പ്രിഫറൻസ്. അപ്പൊ അനുപേട്ട ഇതിന് എത്രയാണ് പ്രൈസ് വരിക? ഈ മോഡലിന്റെ പ്രൈസ് പറഞ്ഞാൽ മതി. ഇത് VXi ഓട്ടോമാറ്റിക് ആണ്. VXi ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് 6,66,806 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ്, എക്സ് ഷോറൂം, ഇൻഷുറൻസ്, ടാക്സ്, RTO ചാർജ്, എക്സ്റ്റൻഡഡ് വാറണ്ടി പ്ലസ് ഫാസ്റ്റ് ടാഗ് എല്ലാം കൂടി വിത്തൗട്ട് ഓഫറാണ്. കാരണം നമുക്ക് മാരുതിയുടെ സൈഡിൽ നിന്ന് ഈ മാസം നമുക്ക് കൊടുക്കാനുള്ള ഓഫേഴ്സ് എത്തിയിട്ടില്ല. നമുക്ക് എക്സ്ചേഞ്ച് ബോണസ്, കൺസ്യൂമർ ഓഫർ, കോർപ്പറേറ്റ് ഓഫർ, ഈ കാര്യങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏട്ടനെ വിളിക്കാം, അല്ലെങ്കിൽ ഈ ഓഫർ വന്ന അന്ന് ഞാൻ ഇതിന്റെ അടിയിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം അല്ലെ? അത് ബെറ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം അതാണ്. അപ്പൊ ഇതിൽ ഓട്ടോമാറ്റിക് ഉണ്ടോ ഏട്ടാ? ഓട്ടോമാറ്റിക്. അതിന്റെ റേറ്റ് എത്ര വരും ഏകദേശം? ഓട്ടോമാറ്റിക്കിന്റെ റേറ്റ് ആണ് നേരത്തെ പറഞ്ഞത്. അതെ, അത് ഇതേ സമയത്ത് തന്നെ മാനുവൽ, സെയിം വേരിയന്റിൽ മാനുവൽ വരുന്നുണ്ട്. മാനുവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഓൺ റോഡ് 6,14,207 ആണ്. ഏട്ടാ നമ്മുടെ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള വാഹനം അല്ലേ? യെസ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഡാസ്ലിംഗ് ഡിസയർ പുതിയ നമ്മളെ 100 ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ്. നല്ല രീതിയിൽ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് പോലെ സൺറൂഫ് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതും എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് പ്രൈസിലാണ് തോന്നുന്നു. ബഡ്ജറ്റ് പ്രൈസിലാണ്. ഓക്കെ, പിന്നെ ഈ ഒരു വേരിയന്റ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ZXi പ്ലസ് ആണ്. ഓട്ടോമാറ്റിക് തന്നെയാണ് വെഹിക്കിൾ വരുന്നത്. ഓക്കെ, ഇതിന്റെ ബ്ലാക്ക് കളർ ഇവിടെ നമുക്ക് യാർഡിലുണ്ടോ ഏട്ടാ? യാർഡിലുണ്ട്, ബ്ലൂയിഷ് ബ്ലാക്ക് എന്നാണ് പേര് വരുന്നത്. കാരണം ഞാൻ ഇന്നലെ പോണ വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ രസമുണ്ടായിരുന്നു. എന്താ പറയാ, വലിയൊരു പ്രീമിയം വണ്ടി വരുന്ന ലുക്ക് ആയിരുന്നു. കാരണം ആ വെഹിക്കിളിന്റെ ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ബ്ലാക്കിലാവുന്ന സമയത്ത് തന്നെ ഈ എടുത്ത് കാണിക്കുന്നുണ്ട്. അതെ, വിൻഡോ ഫ്രെയിം കിറ്റ്, ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് ശരിക്കും കാണിക്കും. ഭയങ്കര ഷൈനിങ് ആയിരിക്കും വെഹിക്കിളിൽ. പിന്നെ ഓവറോൾ ലുക്ക് അടിപൊളിയാണ്. കസ്റ്റമേഴ്സ് ഒക്കെ നല്ല രീതിയിൽ അഭിപ്രായങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഏട്ടാ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് നേരത്തെ പറഞ്ഞു. 360 ഡിഗ്രി ക്യാമറ നമുക്ക് വരുന്നുണ്ട്. 9 ഇഞ്ച് ഇൻഫോടൈൻമെന്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ മുതൽ 6 എയർ ബാഗ് മുതൽ സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, പുഷ് ബട്ടൺ, സൺറൂഫ്, റിയർ AC വെൻസ് മുതൽ A to Z കാര്യങ്ങൾ സാധാരണ മാരുതി കൊടുക്കേണ്ട എല്ലാ സാധനങ്ങളും കാറിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർക്ക് പ്രൈസ് വർത്തായിട്ട് തന്നെ കൊണ്ടുവന്നു. പണ്ടത്തെ ഡിസൈറിന്റെ ഒരു സാധനം പോലും ഇല്ലാന്ന് പറയല്ലേ? ഇല്ല, എല്ലാം മാറ്റി മറച്ചുകൊണ്ടാണ് ഈ ഡിസൈർ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡാസ്ലിംഗ് ഡിസൈർ എന്ന് പറയുന്നത്. ഡിസൈർ, അതെ. അപ്പൊ ഇതിന്റെ എഞ്ചിൻ മാറിയിട്ടുണ്ടാവും അല്ലെ? പുതിയ എഞ്ചിൻ അല്ലേ വരുന്നത്? 3 ലിറ്റർ എഞ്ചിൻ. അതെ. അപ്പൊ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് കൂടുതൽ ആൾക്കാർ ഇപ്പൊ പ്രിഫർ ചെയ്യുന്ന വീട്ടിലേക്കുള്ള ഫാമിലി യൂസ് തന്നെയാണോ? എങ്ങനെയാണ്? ഫാമിലി യൂസ് തന്നെയാണ് കൂടുതലും ആൾക്കാർ എടുക്കുന്നത്. സെഡാൻ ആണല്ലോ, അപ്പം ആ മോഹമുള്ള ആളുകളൊക്കെ മാരുതിയിലേക്ക് വരുമ്പം ഡിസയർ ആണ് പ്രിഫർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മാരുതി എന്നുള്ളതല്ല, ഒരുപാട് ചിന്തകൾ ഉണ്ടാവും, പക്ഷെ അവസാനം എത്തിപ്പെടുന്നത് ഡിസയറിലേക്കാണ്. എനിക്ക് തോന്നുന്നു വാങ്ങാൻ അഫോർഡബിലിറ്റിയും കാര്യം അതേപോലെ സേഫ് പ്രൈസും കൂടി ബെനിഫിറ്റ് ആണ്. മൈലേജ് വെരി ഗുഡ് ആണ്. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കാരണവശാൽ എന്തും പറ്റിക്കഴിഞ്ഞാൽ ഏതൊരു 5-6 കിലോമീറ്ററിനുള്ളിൽ സർവീസ് സെന്റർ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് വേണ്ട, അതായത് പാസഞ്ചേഴ്സിനാണെങ്കിലും ഡ്രൈവേഴ്സിനാണെങ്കിലും കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആൾക്കാണെങ്കിലും വിശാലതയോട് കൂടി ഇരിക്കാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും. അത്രയും വലുതാണ്, നല്ല ഫീച്ചേഴ്സിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഏട്ടാ ഇതിന്റെ പ്രൈസിലേക്കൊക്കെ എങ്ങനെയായിരിക്കും? പ്രൈസിലേക്ക് വരുമ്പോൾ ഇത് ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 11,06,621 ആണ് ഓൺ റോഡ് പ്രൈസ് വരിക. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, 7,48,000 രൂപ ബേസ് മോഡലിനും ഓൺ റോഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ പിന്നെ വേരിയൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫേഴ്സ് വരികയാണെങ്കിൽ ചെറിയ നിലവിൽ ഡിസയറിന് വല്ലാതെ ഓഫേഴ്സ് ഇല്ല, പ്രതീക്ഷ കുറവാണ്. വരികയാണെങ്കിൽ അതും കസ്റ്റമേഴ്സിന് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഏട്ടാ, അടുത്ത വണ്ടിയിലേക്ക് വരാം നമുക്ക്. ഏട്ടാ നമ്മളെ വാഗനറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? വാഗനർ ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ZXi പ്ലസ് ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതെ. വാഗനർ സംബന്ധിച്ച് ടോൾ ബോയ് ഡിസൈൻ ആണ്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു കാറ്. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻസ് ഒന്നും
മാർക്കറ്റിലില്ല. ഉണ്ടെങ്കിലും അത് ആ ഒരു മോഡലിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നതും എടുക്കുന്നതും കാരണം അത്രയും ഫാൻ ബേസ് ഉള്ള കാറാണ്. ഒരു ഫാമിലിക്ക് വേണ്ട കാറുമാണ്. കാരണം യാത്രാ സൗകര്യം അത്രയും സുഖകരമായിരിക്കും. ഇതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഒക്കെ വരാൻ കാത്തുകൊണ്ട് തോന്നുന്നു അല്ലേ? വെയിറ്റിംഗ് ആണ്. ഒരു പക്ഷേ നമുക്കും അതിനെ കുറിച്ച് കൂടുതൽ അറിവുകളില്ല. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കിയാൽ ഫീച്ചേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. 6 എയർ ബാഗ് മുതൽ ABS EBD റിവേഴ്സ് സെൻസർ എല്ലാ കാര്യങ്ങളും 7 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ്. ഇന്റീരിയറിലേക്ക് നോക്കാം. നമുക്ക് 7 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ട് 6 എയർ ബാഗ് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 4 ഡോർ പവർ വിൻഡോസ് തന്നെയാണ് വരുന്നത്. ടിൽറ്റബിൾ സ്റ്റിയറിംഗ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs, 4 ഡോർ പവർ വിൻഡോസ് എല്ലാ കാര്യങ്ങളും വെഹിക്കിളിൽ വരുന്നുണ്ട്. ഇതിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ 1.2 ലിറ്റർ എഞ്ചിനാണ് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 1.2 ZXi പ്ലസ് എല്ലാം വരുന്നത് 1200 cc എഞ്ചിൻ ആയിരിക്കും. തൊട്ട് താഴെ വരുന്ന 2 മോഡലാണ് LXi VXi. അത് 1000 cc എഞ്ചിൻ 1 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും അല്ലേ? ഓക്കെ, അതാണ് ഒരു മേജർ ഡിഫറൻസ് ഉള്ളത് അല്ലേ? എനിക്കൊന്ന് വേറെ മോഡലായിട്ട് അങ്ങനെ ഡിഫറൻസ് ഇല്ല തോന്നുന്നു. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇല്ല, വാഗണറിൽ മാത്രമാണ് അങ്ങനെ ഒരു ഡിഫറൻസ് എഞ്ചിനിൽ അപ്ഡേഷൻ പറഞ്ഞിരിക്കുന്നത്. 1 ലിറ്ററും 1.2 വരുന്നത് ഓൺലി ഫോർ വാഗണറിൽ മാത്രമാണ്. അപ്പോൾ ഏട്ടാ നമ്മുടെ ഈ ജനപ്രിയ വാഹനത്തിന്റെ പ്രൈസിലേക്ക് വരികയാണ് എങ്ങനെയാ? പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 5,79,000 രൂപയാണ് ബേസ് മോഡലിന്റെ. അതായത് വാഗണർ LXi 1 ലിറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺ റോഡ് പ്രൈസ് 5 ലക്ഷം. നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റുകളും അടക്കം, പക്ഷെ വിത്തൗട്ട് കൺസ്യൂമർ ഓഫർ, എക്സ്ചേഞ്ച് ബോണസ്, കോർപ്പറേറ്റ് ഓഫർ ഇന്ന കാര്യങ്ങൾ ഇല്ലാതെ. മാനുവൽ ട്രാൻസ്മിഷൻ LXi മാനുവൽ ആണുള്ളത്. ഓക്കെ, VXi മുതലാണ് ഓട്ടോമാറ്റിക് വരുന്നത്. ഈ വെഹിക്കിൾ ZXi പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ ആണ്. ഇതിന് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു. അതിനകത്ത് എന്ത് കാണിക്കുന്നില്ല, ഓഫേഴ്സ് ഒന്നും കാണിക്കാതെ തന്നെ 7,63,300 വരുന്നുണ്ട്. 7,63,300. ഓഫേഴ്സ് ഒന്നും നമുക്ക് ഈ വെഹിക്കിളിന് വന്നിട്ടില്ല, അപ്ഡേറ്റഡ് അല്ല. വന്നു കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ് കൂടി കസ്റ്റമർക്ക് ZXi പ്ലസ് മാനുവൽ. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, പക്ഷെ അത് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തു. തീർച്ചയായും. ഓക്കെ, അപ്പം അതാണ് ഇതിൽ ഏറ്റവും ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഓട്ടോമാറ്റിക് അല്ലെ സ്റ്റാർട്ടിംഗ് ഓട്ടോമാറ്റിക് VXi 1 ലിറ്റർ ഓട്ടോമാറ്റിക്. VXi 1 ലിറ്റർ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,08,000 വരും അല്ലേ? ഓട്ടോമാറ്റിക് ആയിട്ടുള്ള AMD മോഡൽ. അതെ, നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 7,08,000, 7.8 lakh. അതിൽ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിൽ തന്നെ ഉണ്ടാവില്ല. ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ആവശ്യത്തിലുള്ളതും ആവശ്യത്തിലേറെയുള്ള ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ആഡ് ചെയ്യാനും പറ്റും, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതിനുവേണ്ടി നമ്മുടെ ആക്സസറീസ് ടീം റെഡിയാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് ഇവിടെയുള്ള ഷോറൂമിലുള്ള കാര്യങ്ങൾ. നമുക്ക് ഇനി നേരെ യാർഡിലേക്ക് പോയിട്ട് കൂടുതൽ വെഹിക്കിൾ അവിടെ നമുക്കത് കണ്ട് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് യാർഡിലേക്ക് പോകാം.